C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശ്യാമേ, എന്താ അമ്മേ? വിളിച്ച വിളിയേക്കരുത് കേട്ടോ, കയ്യിലെ വള ഊരിപ്പോവും. അതിന് ഞാനിങ്ങ് വരുമല്ലേ അമ്മേ? നീ ആ സവാള എന്ന് അരിഞ്ഞു വെച്ചേ. എനിക്ക് പഠിക്കാനുണ്ട് അമ്മേ. ഓ, എപ്പ നോക്കിയാലും ഒരു പഠിത്തം, എന്നിട്ട് തലയാണെങ്കി ഫോണിലും. അത് മൊബൈലിൽ ഓൺലൈൻ ക്ലാസ് ഉള്ളോണ്ടല്ലേ അമ്മേ? ആ, ഇതൊന്നും അറിയാൻ പാടില്ലാത്ത എന്നെ പറ്റിക്കാലോ. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? സവാള അരിയണം, അത്രയല്ലേ ഉള്ളൂ. ആ, സവാള അരിഞ്ഞാൽ മാത്രം പോരാ, അടുക്കള ജോലിയിൽ ഒരു കൈ കൂടെ സഹായിക്കണം. അല്ല മോളെ, ശാലിനി പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇല്ലമ്മേ, സിവിൽ സർവീസ് എക്സാമിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കുറുപ്പ് സാറിന്റെ അടുത്ത് പോയതല്ലേ. ചിലപ്പോ വൈകുന്നു പറഞ്ഞിരുന്നു. ഇനി അവളെ കൊണ്ട് കളക്ടറാവാൻ പറ്റൂടി? ഫെയിൽ ആയാലും വീണ്ടും എഴുതാമേ. ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് മെയിൻ എക്സാം കടന്നുകൂടുന്നവര് വളരെ കുറവാ. നീ എന്തായി പറയുന്നേ? ആകാൻ പറ്റുമോ ഇല്ലയോ? ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാ പറ്റുമെന്ന്. നീ ആ ഫോണിങ് എടുത്തേ. ആ, ഇങ്ങ കൊണ്ടുവാ. വിഷ്ണു ഏട്ടനാണല്ലോ. എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ചിലപ്പോ സത്യങ്ങൾ തുറന്നു പറയാനാണെങ്കിലോ? കുത്തിച്ചകഞ്ഞ് ചോദിച്ചിട്ടും പറഞ്ഞില്ല, പിന്നെ ഇപ്പൊ ഇതാ. ഹലോ. ആ, ശാരദ മാം, ശാലിനി എവിടെയാ? അവള് കുറുപ്പ് സാറിന്റെ അടുത്ത് പോയതാ. എന്തോ പുസ്തകങ്ങൾ വാങ്ങാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെന്ന്. അല്ല, ഞാനേ കൊറേ തവണ വിളിച്ചു, ശാലിനി അറ്റൻഡ് ചെയ്യുന്നില്ല. എന്താ മോനെ വിശേഷം? അതാ മാം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അമ്മ പറഞ്ഞു ശാലിനിയെ തിരികെ കൊണ്ടുവരാൻ. സത്യം? എന്താ അമ്മേ? ശാലിനെ കൊണ്ടു ചെല്ലാൻ സത്യമ്മ പറഞ്ഞെന്ന്. അയ്യോ മോനെ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആദ്യം എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു അമ്മേ, പക്ഷെ അമ്മ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. ശാരദാമ്മയോട് ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാനാ പറഞ്ഞത്. ആണോ? നാളെ രാവിലെ തന്നെ കൊണ്ടുവരണേ. ബാഗൊക്കെ ഇപ്പൊ തന്നെ ഒരുക്കി വെച്ചോളൂ. ശരി മോനെ. എന്തായാലും ശാലിനി നിരപരാധിയാണെന്ന് അമ്മയ്ക്കൂടെ ഒരു മനസ്സിലായല്ലോ. ഏത് ദൈവത്തിന്റെ കൃപയാണോ, വിളിക്കാത്ത ദൈവങ്ങളില്ല. അപ്പോഴേ ഞാനെന്നാ വെക്ക, ശാലിനിയോട് പറയണേ. ശരി മോനെ. കുഞ്ഞിച്ചി അറിഞ്ഞോ വിവരം? അവള് ഫോൺ എടുത്തില്ലെന്ന്. അപ്പോ നമുക്ക് തന്നെ ചേച്ചിയുടെ അടുത്ത് പൊട്ടിക്കാം ഈ ഗുഡ് ന്യൂസ്. ആളിങ്ങ് വരട്ടെ. എന്റെ ദേവി, എന്റെ കുഞ്ഞിതറിയുമ്പോ എന്ത് സന്തോഷാവും. ഞാൻ ഒരു സംഗതി തരാം, പിടിച്ചോണേ. എന്തുപറ്റി കട്ട് ചെയ്യാൻ? ഇപ്പോഴും ചോദിച്ചോണ്ടിരുന്നാണല്ലോ. പെട്ടെന്ന് കിട്ടിയപ്പോ ഞെട്ടിപ്പോയാ. ഒന്നിട്ട് വിളിച്ചു നോക്കാം. ആ, ഇതോടെ ഇരിപ്പുണ്ടായിരുന്ന. ഹലോ ശാലിനി. ആ, എന്ത് പറ്റി? ഇപ്പൊ ശബ്ദം പുറത്തു വന്നല്ലോ. എന്ത്? അല്ല, ഇത്രയും നേരം ഞാൻ വാതോരാതെ സംസാരിച്ചപ്പോ മിണ്ടാതിരിക്കുവായിരുന്നല്ലോ. ഒരു ഗിഫ്റ്റ് തന്നപ്പോഴേക്കും അത് കട്ട് ചെയ്യുകയും ചെയ്തു. എന്തോന്ന്? ഇത്ര നേരം ആരായിട്ട് സംസാരിച്ചെന്നാ? ഈ നമ്പറിലാണ് ഞാൻ വിളിച്ചത്. ആരോ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അയ്യോ, അതാരാന്ന് എനിക്കറിയില്ല, ഞാൻ പുറത്തായിരുന്നു. അയ്യോ, അത് പിന്നെ അതാരാ? ആ, എനിക്കറിയില്ല, ചിലപ്പോ സുസ്മിതയായിരിക്കും. വിഷ്ണുവേട്ടൻ കുളിക്കുന്ന സമയത്തൊക്കെ അവള് റൂമിൽ കയറി വരുമോ? അവളെ നിനക്ക് അറിഞ്ഞൂടെ? ഒരപ്പന്റെ സ്വഭാവമല്ലേ അവൾക്ക്.
ഏത് മാളത്തിന്ന തല പൊക്കുന്നെന്ന് അറിയില്ല. അവളെ കുറച്ച് അകറ്റി നിർത്തിക്കോണം കേട്ടോ. എല്ലാ പെണ്ണുങ്ങളെയും പോലെ സ്വന്തം ഭർത്താവിന്റെ കാര്യത്തില് കുറച്ച് സ്വാർത്ഥിയാ ഞാനും. കൂമ്പിനിട്ട് ഇടിയിട്ടുന്നതേ അവക്കല്ല, വിഷ്ണുവേട്ടനായിരിക്കും. ഓ സമ്മതിച്ചു. ഈ ഒരു രാത്രിയുടെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇയാള് നേരിട്ട് തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോ. ഇനി ഞാൻ അവിടെ കാലൂത്തിയതിനു ശേഷം ആദ്യം ചെയ്യുന്നത് സുസ്മിതയുടെ പെട്ടിയും പ്രമാണം എടുത്ത് പുറത്തിടുക. അതിപ്പോ ആര് തടഞ്ഞാലും വേണ്ടില്ല. എന്റെ ഭർത്താവിന്റെ വീട്ടില് അവക്കെന്താ കാര്യം? താൻ നേരിട്ട് തന്നെ ചോദിച്ചോ. ഒരു രാത്രിയുടെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. ആ പിന്നെ ഇന്ന് രാത്രി എനിക്ക് ഉറക്കമില്ല. അതെന്തീറ്റി? കൊതുണ്ടോ അവിടെ? കൊതുവല്ല, എന്റെ ചുന്ദരിപ്രാവ് നാളെ ഇങ്ങോട്ട് വരില്ലേ, അതോർത്തിട്ട്. എന്നെയാണോ ഉദ്ദേശിച്ചത്? പിന്നെ താരെ ഞാൻ നേരത്തെ ഇവിടെ താമസിച്ചിട്ടുണ്ടല്ലോ, ഒരേ ബെഡ്റൂമില്. അതുപോലെയാണോ ഇത്? അന്ന് നമ്മൾ കീരിയും പാമ്പും അല്ലേ? അപ്പൊ ഇപ്പോഴോ? ഇപ്പോ എണപ്രാവുകള്. പിന്നെ അതെ, നേരത്തെ കോൾ അറ്റൻഡ് ചെയ്ത ആൾക്ക് എന്തോ ഗിഫ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് ഇവിടെ കിട്ടോ? അയ്യേ, ആ രാക്ഷസിക്കാണോ അപ്പൊ ഞാൻ ഉമ്മ കൊടുത്തേ? ഉമ്മയായിരുന്നാ? എന്നാ പെട്ടെന്നാട്ടെ. പിന്നെ എത്ര വേണമെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ റെഡിയാ. പിന്നെ നഷ്ടം വരുമെന്ന് പേടിക്കണ്ട, പലിശ അടക്കം തിരിച്ചു തരാം. അതൊക്കെ നാളെ നേരിൽ കാണുമ്പോ നമുക്ക് ആലോചിക്കാം. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് പറ്റില്ല. കൊട്ടിതു ദുഷ്ടം. നാളെ നേരിട്ട് തരാന്നല്ലേ അവള് പറഞ്ഞതിന്റെ അർത്ഥം? മതി മതി, നാളെ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.